UAEയിൽ ലക്ഷക്കണക്കിന് പ്രവാസികളാണ് വാടക വീടുകളിൽ താമസിക്കുന്നത്. എന്നാൽ പലർക്കും ടെനാൻസി റൂൾസ് അഥവാ വാടക നിയമങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് UAEയിലെ പ്രധാന ടെനാൻസി റൂൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത് ടെനാൻസി കോൺട്രാക്റ്റ് എന്നത് വീട്ടുടമയും വാടകക്കാരനും തമ്മിലുള്ള നിയമപരമായ കരാറാണ്. വാടക, കാലാവധി, ഡെപ്പോസിറ്റ്, മറ്റ് വ്യവസ്ഥകൾ എന്നിവയെല്ലാം ഈ കരാറിൽ രേഖപ്പെടുത്തിയിരിക്കും. അതിനാൽ കരാർ വായിക്കാതെ ഒരിക്കലും ഒപ്പിടരുത്. അടുത്തതായി സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. സാധാരണയായി ഒരു മാസത്തെ വാടകയോ അതിന് തുല്യമായ തുകയോ ഡെപ്പോസിറ്റായി വാങ്ങാറുണ്ട്. കരാർ അവസാനിക്കുമ്പോൾ വീട്ടിൽ വലിയ നാശനഷ്ടങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ തുക തിരികെ ലഭിക്കേണ്ടതാണ്. വീട്ടുടമയ്ക്ക് ഇഷ്ടമുള്ള സമയത്ത് വാടക വർദ്ധിപ്പിക്കാൻ കഴിയില്ല. ഓരോ എമിറേറ്റ്സിലും അതിന് നിയമങ്ങളുണ്ട്. ഉദാഹരണത്തിന് ദുബായിൽ വാടക വർദ്ധിപ്പിക്കണമെങ്കിൽ മുൻകൂട്ടി എഴുത്തുപരമായ നോട്ടീസ് നൽകുകയും സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന റെന്റൽ ഇൻഡെക്സ് അനുസരിക്കുകയും വേണം. വീട്ടിലെ പ്രധാന അറ്റകുറ്റപ്പണികളുടെ ഉത്തരവാദിത്വം സാധാരണയായി വീട്ടുടമയ്ക്കാണ്. വെള്ളപ്പൊക്കം, വൈദ്യുതി പ്രശ്നങ്ങൾ, എയർ കണ്ടീഷൻ തകരാർ, പ്ലംബിംഗ് എന്നിവ പോലെയുള്ള വലിയ അറ്റകുറ്റപ്പണികൾ കരാറിൽ വേറെ വ്യവസ്ഥയില്ലെങ്കിൽ വീട്ടുടമയാണ് ചെയ്യേണ്ടത്. ചെറിയ ദൈനംദിന പരിപാലനങ്ങൾ ചിലപ്പോൾ വാടകക്കാരന്റെ ഉത്തരവാദിത്വവുമായിരിക്കും. വാടക സമയത്ത് അടയ്ക്കുന്നത് വാടകക്കാരന്റെ പ്രധാന ഉത്തരവാദിത്വമാണ്. കരാറിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ തന്നെ വാടക നൽകണം. പല സ്ഥലങ്ങളിൽ പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകളിലൂടെയും മറ്റ് അംഗീകൃത മാർഗങ്ങളിലൂടെയുമാണ് വാടക സ്വീകരിക്കുന്നത്. കരാർ അവസാനിക്കുന്നതിന് മുൻപ് വീടൊഴിയാൻ ആഗ്രഹിക്കുന്നവർ കരാറിൽ പറയുന്ന നോട്ടീസ് കാലാവധി പാലിക്കണം. അതുപോലെ വീട്ടുടമയും നിയമം അനുശാസിക്കുന്ന രീതിയിൽ മാത്രമേ വാടകക്കാരനോട് വീടൊഴിയാൻ ആവശ്യപ്പെടാൻ പാടുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വാടക സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടായാൽ സ്വന്തം നിലയ്ക്ക് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാതെ അതത് എമിറേറ്റ്സിലെ റെന്റൽ ഡിസ്പ്യൂട്ട് സെന്റർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരെ സമീപിക്കുകയാണ് വേണ്ടത്. അവിടെയാണ് ഇത്തരം കേസുകൾ നിയമപരമായി പരിഗണിക്കുന്നത്. ഇപ്പോൾ UAEയിൽ താമസിക്കുന്നവരും ഇനി UAEയിലേക്ക് വരാനിരിക്കുന്നവരും ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം തന്നെ ശ്രദ്ധിക്കണം. കരാർ പൂർണ്ണമായി വായിച്ചതിനു ശേഷം മാത്രം ഒപ്പിടുക. എല്ലാ വാടക രസീതുകളും പേയ്മെന്റ് തെളിവുകളും സൂക്ഷിക്കുക. ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ വ്യക്തമായി മനസ്സിലാക്കുക. വീട് ലഭിക്കുമ്പോഴും ഒഴിയുമ്പോഴും ചിത്രങ്ങൾ എടുത്തു സൂക്ഷിക്കുക. എന്തെങ്കിലും തർക്കമുണ്ടായാൽ നിയമപരമായ മാർഗം സ്വീകരിക്കുക. ഒരു ടെനാൻസി കോൺട്രാക്റ്റ് എന്നത് ഒരു സാധാരണ പേപ്പർ മാത്രമല്ല, നിങ്ങളുടെ അവകാശങ്ങളെയും ഉത്തരവാദിത്വങ്ങളെയും സംരക്ഷിക്കുന്ന ഒരു നിയമരേഖയാണ്. അതിനാൽ നിയമങ്ങൾ മനസ്സിലാക്കി താമസിച്ചാൽ സാമ്പത്തിക നഷ്ടങ്ങളും അനാവശ്യ തർക്കങ്ങളും ഒഴിവാക്കാൻ സാധിക്കും. ഇത്തരം പ്രവാസികൾക്ക് ഉപകാരപ്രദമായ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി KVA മീഡിയ ഫോളോ ചെയ്യൂ.